ഈ നിർമ്മാതാക്കൾ കോടതിയിൽ പോയത് തന്നെ കോടതിയിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. കാരണം ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാട്ടില് എന്താണ് ജാനകി എന്നൊരു പേരിനുള്ള കുഴപ്പമെന്നവർ പറയട്ടെ. ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് വർഗീയതയോടുകൂടിയും രാഷ്ട്രീയ ചിന്തയോടുകൂടിയും മസ്തിഷ്കത്തിൽ കയറി നിറഞ്ഞു നിൽക്കുന്നവരുടെ ചിന്തയാണ് ഈ പുറത്തു വരുന്നത്. ജാനകി എന്ന് പേരിട്ടത് കൊണ്ട് യഥാർത്ഥ സീതയ്ക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കഥാപാത്രമാണ്. അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനു മുമ്പേ എത്രയോ സിനിമകൾ ജാനകി എന്നുള്ള പേരിൽ വന്നിരിക്കുന്നു. തമിഴിലെ ക്രേസി മോഹൻ എന്ന് പറയുന്ന ഏറ്റവും സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ 19 പടത്തിലെ നായികയുടെ പേര് ജാനകി എന്നാണ്. ഇല്ലേ? മലയാളത്തിൽ ജാനകി ജാനയുണ്ട്. MT വാസുദേവൻ സാറിനെ പോലെ അദ്ദേഹത്തിനാണ് ജാനകിക്കുട്ടി, സ്വന്തം ജാനകിക്കുട്ടി. ഇല്ലേ? ഇനി ദൈവങ്ങളുടെ പേരിൽ ഏതെല്ലാം സിനിമകൾ വന്നിരിക്കുന്നു. കാരണം നമ്മുടെ ഭാരത സംസ്കാരത്തിൽ 90% ആൾക്കാരും മക്കൾക്ക് ഇടുന്ന പേര് പുരാണ കഥാപാത്രങ്ങളെ ഇതിനെ അനുസരിച്ചിട്ടാണ്. ഇല്ലേ? ദൈവങ്ങളുടെ പേരുകൾ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രം ഒരു ദൈവത്തിന് തന്നെ പര്യായ പദങ്ങളുണ്ട്. ഇപ്പൊ ജാനകി എന്ന് പറഞ്ഞാൽ സീത, അത് തന്നെയാണ് വൈദേഹി. അപ്പൊ നമുക്ക് എത്ര പേര് വേണമെങ്കിലും അതിൽ ജാനകിയിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റും. അപ്പൊ അത് സിനിമയായിട്ട് സെൻസർ ബോർഡിലുള്ളവർ കാണാതെ കോടികൾ മുടക്കിയ ഒരു ചിത്രത്തിന്, അതും ഒരു കേന്ദ്രമന്ത്രിയുടെ സിനിമയെ, അവിടെയാണ് നമ്മൾ അതിന് തെളിഞ്ഞത്. അപ്പം ഇതിനകത്ത് രാഷ്ട്രീയ ചിന്തയോടുകൂടി കളിച്ച കളിയാണ്, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം വല്ലതും ഉണ്ട്. എന്താണ് ഇതിന്റെ പിന്നെന്ന് അറിയില്ല. അതാണ് കോടതി പോലും ചോദിച്ചിരിക്കുന്നത്. ഇത് മുളയിലെ നുള്ളാൻ വേണ്ടിയാണ് ഞങ്ങൾ സിനിമ ഒന്നടങ്കം ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഇനി ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾക്കെല്ലാം പേരുകൾ പുരാണ കഥാപാത്രങ്ങളുടെ തന്നെ ഇടാൻ തീരുമാനിച്ചു. കാരണം 30 കോടി ദേവതകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു മഹത്തരമായ പാരമ്പര്യമാണ്. അതിനെ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സമരമല്ല ചെയ്തത്, ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ചെയ്യുന്നത്. വിധി കോടതിയിൽ നിന്ന് കിട്ടുന്നത് അനുകൂലത്തിൽ തന്നെയാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.